സോഷ്യൽ മെസ്സേജ് മെസ്സേജ് സ്ത്രീകൾ കണ്ടിരിക്കട്ടെ. ഏറ്റവും കൂടുതൽ സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു കഥയെ തുറന്ന് കാട്ടിയിട്ടുണ്ട്. പടം കണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടു. സ്റ്റോറി വൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ എങ്ങനെയുണ്ടായിരുന്നു? അവരുടെ പെർഫോമൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? ഫാമിലിക്ക് കാണാൻ പറ്റിയ ഫാമിലി കുട്ടികൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും. മൂവി ജസ്റ്റ് വാച്ച് ചെയ്തു. നല്ല മൂവിയാണ്, നല്ല കണ്ടന്റാണ്. ധ്യാൻ ശ്രീനിവാസനും നവീൻ, പിന്നെ അതിനകത്ത് ടിനൂന്നൊരു ക്യാരക്ടർ ചെയ്ത് അവർ മൂന്നെനിക്ക് ഭയങ്കര ഇഷ്ടം. നല്ല അടിപൊളി ഉണ്ടായിട്ടുണ്ട്. ഒരു രക്ഷയില്ല, സൂപ്പറായിരുന്നു. ധ്യാൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ് 2025 എന്ന് പറയുന്നത്. എന്തായാലും അഭിനയം ഭയങ്കര എക്സ്പ്രഷൻസ് എന്ത് പെട്ടെന്ന് മാറി മാറി വരുന്നത് അടിപൊളിയാണ്. ഞാനും ധ്യാനിൻ്റെ കൂടെ 2 മൂവീസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു. ധ്യാൻ ശ്രീനിവാസൻ വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇപ്പോഴത്തെ സാഹചര്യമായിട്ട് ഇറങ്ങുന്ന ഒരു പടം തന്നെയാണ്. ധ്യാൻ ശ്രീനിവാസിനെ ഇഷ്ടമാണ്. ഒത്തിരി ഇഷ്ടമാണ്. കോമഡി പടങ്ങളാണ് കൂടുതൽ ഞങ്ങൾക്ക് ഇഷ്ടം. എന്നാലും ഇത് വേറിട്ടൊരു പടമാണ്. ത്രില്ലറാണ്. എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. എല്ലാവർക്കും കാണാനും നാട്ടിൽ നടക്കുന്ന സമൂഹ മെസ്സേജാണ് കൂടുതൽ ആകുമ്പോൾ നമുക്ക് ഭയങ്കര ആഗ്രഹം. പ്രേക്ഷകരുടെ ഇരുന്ന് കണ്ടപ്പോഴത്തേക്ക് എന്ത് സിനിമയിൽ അഭിനയിച്ചു? ഞാൻ നേരത്തെ കുറച്ച് പേരോട് പറഞ്ഞു വീട്ടിൽ ഞാൻ പറഞ്ഞു. ഇപ്പോൾ എന്തായാലും ഈ പടം അത്രയും വളരെ അത്രയും പ്രകടനമായിട്ടുള്ള സൂക്ഷിച്ചാണ് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ്. ഇപ്പോൾ എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു വിഷയമാണ്. അപ്പോൾ ഈ പടം കറക്റ്റ് ടൈം തന്നെയാണ് റിലീസ് ചെയ്തത്. ഐ റിയലി എൻജോയ് വാച്ചിങ് ഇറ്റ്. എല്ലാവരും കാണും. ധ്യാൻ ചേട്ടൻ്റെ ഒരു തിരിച്ചുവരവാണ്. അത് തീർച്ചയായിട്ടും ഞാൻ ചേട്ടൻ നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ചേച്ചിയായാലും ചേച്ചിയായാലും ഒരുപാട് പെർഫോമൻസസ് ഞാൻ ചേട്ടൻ നന്നായി ചെയ്തിട്ടുണ്ട്. 2025 ആയിട്ട് ഹിറ്റായിരിക്കും സിനിമ. പറയാൻ പറ്റില്ല, അതൊക്കെ പ്രേക്ഷകർക്ക് ചെയ്യാം. നല്ലൊരു വാച്ചാണ്, ഫാമിലി വാച്ചാണ്. സ്റ്റോറി വൈസ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല. പടം വലിയ ലാബും കാര്യങ്ങളൊന്നുമില്ല, ആവറേജായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് നമ്മൾ സംസാരിച്ചേക്കുന്നത്. അത് മുൻപോട്ടായി തന്നെയാണ് വിശ്വാസം. തിയേറ്റർ അത്യാവശ്യം കുഴപ്പമില്ലാത്ത റെസ്പോൺസ് ഉണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് എല്ലാവരും വൈകി ഫാമിലിയോടൊപ്പം ധ്യാൻ ചേട്ടനൊക്കെ എങ്ങനെയുണ്ട്? നല്ലൊരു മെസ്സേജാണ്. സോഷ്യൽ മീഡിയ മൂലം ഓരോ കുടുംബങ്ങൾ തകർത്തതിലേക്ക് എങ്ങനെ പോകുന്നു കൃത്യമായിട്ട് അറിയുന്നു. സോഷ്യൽ മീഡിയ എങ്ങനെയൊക്കെ ദോഷകരമായിട്ട് ഉപയോഗിക്കാം എന്ന് എനിക്ക് മനസ്സിലാക്കി. അപ്പോൾ നമ്മൾ വേണ്ട വിധത്തിലെ ശ്രദ്ധകളും കാര്യങ്ങളും വേണമെന്ന് മനസ്സിലാക്കാം.